നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഫേസ്ബുക്കിൽ പേജുള്ള ഒരു വീഡിയോ കാണുക കേട്ടോ. നിങ്ങളുടെ പേജ് ഹാക്ക് ആയാലും തിരിച്ചു കിട്ടാൻ ഈ പറയുന്ന സെറ്റിങ്സ് ഒന്ന് എഴുതി വെക്കുക അല്ലെങ്കിൽ ഓർത്ത് വെക്കുക. അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഈ അടുത്ത കാലത്ത് ഒട്ടുമിക്ക ഫേസ്ബുക്ക് പേജുകളും അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർക്കും അറിയാൻ പറ്റും, നമുക്ക് പല വിധത്തിലും നോട്ടിഫിക്കേഷൻ തട്ടിപ്പും തരികിടയായിട്ട് വരുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയോ? ഇപ്പോൾ യൂട്യൂബിനെക്കാളിലും അല്ലെങ്കിൽ മറ്റേത് പ്ലാറ്റ്ഫോമിനെക്കാളിലും നന്നായിട്ട് ഏൺ ചെയ്യാൻ പറ്റുക ഫേസ്ബുക്കിലാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് നല്ല ഏണിങ്സ് കിട്ടുന്നുണ്ട്. അതിനാൽ തന്നെ അങ്ങനെയുള്ള അക്കൗണ്ട്സ് ഒക്കെ ഹാക്കേഴ്സ് ഈസി ആയിട്ട് ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു മാസം മുന്നേ എൻ്റെയും പേജ് ഹാക്ക് ആയതാണ്. എനിക്ക് പക്ഷെ 3 ദിവസം കൊണ്ട് തിരിച്ചു കിട്ടി. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക, ഈ സെറ്റിംഗ്സിൽ പോയിട്ട് ഇതിന്റെ ഒരു പേജ് ഐ ഡി പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, അത് എവിടെയെങ്കിലും എഴുതി വെക്കുക. മാത്രമല്ല പേജ് ക്രിയേറ്റ് ചെയ്ത ദിവസം അല്ലെങ്കിൽ വർഷം അതും അതിലുണ്ടാകും. ഇത് രണ്ടും മസ്റ്റ് ആയിട്ട് വേണം. അതായത് നമ്മുടെ പേജ് ഹാക്ക് ആയി കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാൻ. നമുക്കൊക്കെ അറിയാലോ, ഓരോ ഫോളോവേഴ്സിനെയും ഓരോരുത്തർ ഉണ്ടാക്കുന്നത് വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ്. നമുക്ക് നല്ലൊരു ഫോളോവർ കാണുന്ന സമയത്ത് ഒരു ഏണിങ്സ് വരാൻ തുടങ്ങുന്ന സമയത്തായിരിക്കാം ഇങ്ങനെ ആരെങ്കിലും നമ്മളുടെ ഫേസ്ബുക്ക് പേജ് ഹാക്ക് ചെയ്തിട്ടുണ്ടാവുക. വളരെ ഈസി ആയിട്ട് തന്നെ ഇതിപ്പോൾ ഹാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ ഈസി ആയിട്ട് നമ്മളുടേതാണ് ഈ പേജ് എന്നുള്ളത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. അതുകൊണ്ട് സെറ്റിംഗ്സിൽ പോയിട്ട് നിങ്ങളുടെ പേജ് ഐ ഡി എടുത്തു വെക്കുക കേട്ടോ. അതെങ്ങനെയെന്നുള്ളതാണ് കാണിക്കുന്നത്. ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാണ് ഞാൻ. ഇപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഇതാണ്. ഇതിൽ നമ്മൾ പേജിൽ പോകാൻ വേണ്ടി വലതുവശത്ത് മുകളിൽ കാണുന്ന നമ്മുടെ ഐക്കൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ പേജ് അതിൽ കാണാൻ പറ്റും. ആ പേജിൽ തന്നെ ഞാൻ ഇപ്പോൾ എൻ്റെ ഈ ഒരു പേജ് എടുക്കുകയാണ്, സുരേഷ് എന്നുള്ളത്. ആ പേജ് നമ്മൾ എടുക്കുന്ന സമയത്ത് അത് സ്വിച്ച് ചെയ്യാൻ പറ്റുമല്ലോ, സ്വിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ വലതുവശത്ത് മുകളിൽ കാണുന്ന നമ്മുടെ ഐക്കൺ ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് മുകളിൽ സെറ്റിംഗ്സിന്റെ ഒരു സിമ്പിൾ കാണും, കണ്ടോ? ആ സെറ്റിംഗ്സിന്റെ സിമ്പിൾ പോവുക, അല്ലെങ്കിൽ താഴത്ത് പോയിട്ട് സെറ്റിംഗ്സിൽ പോയാലും മതി കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെയുള്ള ഒരു ഓപ്ഷനിലേക്ക് എത്തും. ഇതൊന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അതിന് താഴത്തായിട്ട് കണ്ടുവോ, പേജ് ഡീറ്റെയിൽസ് എന്നുള്ളത് കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മൾ കൊടുത്തുള്ള ഫോൺ നമ്പർ, മെയിൽ ഐ ഡി അങ്ങനെയുള്ള കാര്യങ്ങൾ കാണും. ഒന്ന് സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് പേജ് ട്രാൻസ്പെറൻസി പറഞ്ഞിട്ട് കണ്ടോ, അതില് നമ്മളുടെ പേജ് ഐ ഡി, ക്രിയേഷൻ ഡേറ്റ്, അഡ്മിൻ ഇൻഫോ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പേജ് ഐ ഡി ഒരു ഡിജിറ്റ് ആണ്, അത് എഴുതി വെക്കുക. അതേപോലെ തന്നെ ക്രിയേഷൻ ഡേറ്റും, നിങ്ങളുടെ എന്നാണ് ക്രിയേറ്റ് ചെയ്തെന്നുള്ളതും ഇത് രണ്ടും എടുത്തു വെക്കണേ. പേജ് ഹാക്കായി കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഈ വീഡിയോ കാണുന്നവര് ഫേസ്ബുക്ക് പേജ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇത് എടുത്തു വെക്കുക. നിങ്ങൾക്ക് ഒരുപക്ഷെ ഏണിങ്സ് ഇപ്പം ഇല്ലെങ്കിലും കൂടി ഇത് എടുത്തു വെച്ചോളൂ. ഭാവിയിൽ നല്ല ഏണിങ്സ് കിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, നിറയെ ഫോളോവേഴ്സ് ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഹാക്കായി കഴിഞ്ഞാൽ ഇത് എടുക്കാൻ പറ്റില്ല. ഇനി ഹാക്കായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് നമ്മൾ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഫേസ്ബുക്കിലാണെങ്കിൽ മുകളിൽ നമ്മൾ ഡീറ്റെയിൽസിന്റെ ഒപ്പം കൊടുക്കാം. യൂട്യൂബിലാണെങ്കിൽ ആദ്യത്തെ കമന്റിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഹാക്കായി കഴിഞ്ഞാൽ നമ്മൾ ഏത് ഫോണിലാണോ അല്ലെങ്കിൽ ഏത് സിസ്റ്റത്തിലാണോ നമ്മൾ ഫേസ്ബുക്ക് യൂസ് ചെയ്തത്, അതിൽ നിന്ന് തന്നെ ഈ മെറ്റയിലേക്ക് നമുക്ക് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റും. കംപ്ലൈന്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ പേജ് ഐ ഡി ഇതാണ്, എൻ്റെ പേജിൽ കൊടുത്തുള്ള ഫോൺ നമ്പർ ഇന്നതാണ്, ഇന്ന മെയിൽ ഐ ഡി ഇന്നതാണ്, ഇത് ക്രിയേഷൻ ചെയ്ത ഡേറ്റ് ഇന്നതാണെന്നുള്ളത് അപ്പോൾ കൊടുക്കാൻ പറ്റും. അതല്ലാതെ നമ്മളുടെ ഹാക്കായ ശേഷം ഇതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ ഫേസ്ബുക്ക് പേജ് ഉപയോഗിക്കുന്ന എല്ലാവരും ഇതൊന്ന് എടുത്തു വെക്കുക. നിങ്ങളുടെ പരിചയത്തിൽ മറ്റു ക്രിയേറ്റേഴ്സ് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർക്ക് ദയവായിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളതൊന്ന് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് സേഫ് ആയിട്ടിരിക്കുക. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ചില നോട്ടിഫിക്കേഷൻസ്, ചില മെയിലൊക്കെ ഫേസ്ബുക്കിൽ നിന്ന് വരുന്നതായിട്ട് നമുക്ക് തോന്നും. പക്ഷെ ഒരിക്കലും അത് ഫേസ്ബുക്ക് അയക്കുന്നതായിരിക്കില്ല. എനിക്ക് അങ്ങനെയാണ് അബദ്ധം പറ്റിയത്. ഫേസ്ബുക്ക് എന്നെ റെക്കഗ്നൈസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അതിൽ മെയിൽ ചെയ്ത് പോയത്. നമ്മളുടെ അബദ്ധങ്ങൾ കൊണ്ട് മാത്രമാണ് നമ്മളെ ഒരാൾക്ക് ഹാക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. എൻ്റെ അനുഭവം എന്നാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് സൂക്ഷിക്കുക. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ പേജ് ആയിരിക്കും നമ്മളുടെ ഒരു വിവരം ഷെയർ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ആ പേജിന്റെ പേര് മോണിറ്റൈസേഷൻ ഡിസേബിൾഡ്, കോൺടാക്ട് വിത്തിൻ 24 hours അങ്ങനെയൊക്കെ നമ്മൾ കണ്ട് പേടിക്കും. നോക്കുന്ന സമയത്ത് അങ്ങനെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് അവർ നമ്മളുടെ ഏതെങ്കിലും ഫോട്ടോ ഷെയർ ചെയ്യുമ്പോഴും നമുക്ക് ഇങ്ങനെ വരും. നമ്മൾ അതിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവർ എന്തായാലും പാസ്വേഡ് ചോദിക്കും. ഒരു കാര്യം മനസ്സിലാക്കുക, ഫേസ്ബുക്ക് ഒരിക്കലും നമ്മളടുത്ത് നമ്മൾ കൊടുത്ത മെയിൽ ഐ ഡിയോ പാസ്വേഡോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചോദിക്കില്ല. ഇതൊക്കെ അറിഞ്ഞിട്ട് ഞാൻ പോയി പെട്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. മാത്രമല്ല ആ വീഡിയോ കണ്ടിട്ട് 1-2 പേര് അവരുടെ ഫേസ്ബുക്ക് പേജ് പോയത് തിരിച്ചു കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. വളരെ തട്ടിപ്പ് നടക്കുന്നുണ്ട് ഫേസ്ബുക്കിന്റെ കാര്യത്തിൽ, സൂക്ഷിക്കണേ. ഓക്കെ, ഇത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി നേരിടട്ടെ. എന്നാൽ ശരി, അടുത്തൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത് തന്നെ കാണാം. ലോക സമസ്ത സുഖിനോ ഭവന്തു.